പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും PC ആർട്ട് ആൻഡ് കൾച്ചർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നേ ദിവസം പ്രധാനമായി പഠിക്കാൻ പോകുന്നത് കേരള PSC പരീക്ഷകളിൽ സ്ഥിരം ആവർത്തിക്കുന്ന ആർട്ട് ആൻഡ് കൾച്ചർ, കലയും സംസ്കാരവും എന്ന മേഖലയിലെ അടിസ്ഥാന വിവരങ്ങളാണ്. ഓക്കെ, പൊതുവായിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ലിയാനാർഡോ ഡാവിഞ്ചി. തിരുവത്താഴം, അതായത് അന്ത്യത്താഴം, പിന്നെ മൊണാലിസ, വെർജിൻ ആൻഡ് ദ റോക്ക് എന്നീ ചിത്രങ്ങൾ വരച്ചതാരാണ്? ലിയാനാർഡോ ഡാവിഞ്ചി. സ്ഥിരമായി PSC ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ദ ലാസ്റ്റ് സപ്പർ, അന്ത്യത്താഴം അഥവാ തിരുവത്താഴം എന്ന ചിത്രം വരച്ചത് ആരാണ്? ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. പിന്നെ മൊണാലിസ, വെർജിൻ ആൻഡ് ദ റോക്ക്. ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പാബ്ലോ പിക്കാസോ. ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പാബ്ലോ പിക്കാസോ. ഈ പാബ്ലോ പിക്കാസോയുടെ പ്രശസ്തമായ ചിത്രമാണ് ഗുർണിക്ക. ഗുർണിക്ക എന്ന പട്ടണം, തകർക്കപ്പെട്ട ഗുർണിക്ക എന്ന പട്ടണത്തെക്കുറിച്ചാണ് പാബ്ലോ പിക്കാസോ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? ആധുനിക ചിത്രകലയുടെ പിതാവ്. അപ്പോൾ മറക്കില്ലല്ലോ. അപ്പോൾ ചിത്രകലയുടെ പിതാവ് ആരാ? ലിയാനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ എന്തൊക്കെയാ? തിരുവത്താഴം അഥവാ അന്ത്യത്താഴം, 2 മൊണാലിസ, 3 വെർജിൻ ആൻഡ് റോക്ക്. ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണ്? പാബ്ലോ പിക്കാസോ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രം എന്താ? ഗുർണിക്ക. ഓക്കെ, ഇനി മറ്റൊരു ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനും PSC ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമാണ് സാൽവദോർ ദാലി. ഈ സാൽവദോർ ദാലിയുടെ ചിത്രമാണ് ക്രൂശിതനായ യേശു. ഓക്കെ, അപ്പൊ ക്രൂശിതനായ യേശു എന്ന ചിത്രം വരച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സാൽവദോർ ദാലിയാണ്. സാൽവദോർ ദാലിയാണ്. ഇനി ഭാരതത്തിലെ ചിത്രകലയുടെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് ചോദിക്കാറുണ്ട്. എവിടെയാ? ഗുഹാ ചിത്രങ്ങൾ. ഓക്കെ, അതിൽ ഏറ്റവും പ്രശസ്തമായത് ഭീംബേഡ്ക, മല്ലമ്പാടി എന്നിവ. കർണാടക സംസ്ഥാനത്താണ് ഈ ഭീംബേഡ്ക എന്ന് പറയുക. ഇന്ത്യയിൽ മാനവ സംസ്കാരം ആദ്യമായി കാണപ്പെട്ടത്, അല്ലെങ്കിൽ മാനവ സംസ്കാരത്തിന്റെ തെളിവ് ആദ്യമായി ലഭിച്ചത് ഈ ഭീംബേഡ്ക ഗുഹകളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഭീംബേഡ്ക, മല്ലമ്പാടി എന്നിവയാണ് ഇന്ത്യയിലെ ചിത്രകലയുടെ ഉത്ഭവമായി കണക്കാക്കുന്ന ഗുഹാചിത്രങ്ങൾ. ജയദേവന്റെ ഗീതാ ഗോവിന്ദവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് കാങ്ക ചിത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. കാങ്ക ചിത്രങ്ങൾ, കാങ്ക ചിത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. ജയദേവന്റെ ഗീതാ ഗോവിന്ദവുമായി ബന്ധപ്പെട്ടതാണ് കാങ്ക ചിത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, ഇനി ഗുപ്ത കാലഘട്ടത്ത് വരയ്ക്കപ്പെട്ട ചിത്രങ്ങളാണ് അജന്ത ഗുഹ ചുമർ ചിത്രങ്ങൾ. അജന്ത ഗുഹ ചുമർ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടത് ഏത് കാലഘട്ടത്താണ്? ഗുപ്ത കാലഘട്ടത്താണ്. ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്ത് ബോധിസത്വന്റെ അവലോകികേതേശ്വര പത്മപാണി എന്നാണ് ഈ ഗുഹാചിത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് കണക്കാക്കുക. അപ്പോൾ ഗുപ്ത കാലഘട്ടത്ത് വരയ്ക്കപ്പെട്ടവയാണ് അജന്ത ഗുഹയിലെ ചുമർചിത്രങ്ങൾ. ഈ അജന്ത ഗുഹയിലെ ചുമർചിത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് ബോധിസത്വന്റെ അവലോകികേതേശ്വര പത്മപാണി, അവലോകികേതേശ്വര പത്മപാണി എന്ന ചിത്രമാണ്. ഇനി സ്ത്രീ കലാകാരികൾക്ക് മേധാവിത്വമുള്ള ഇന്ത്യയിലെ ചിത്രകലാ മേഖലയാണ് മിഥില എന്ന പേരിൽ അറിയപ്പെടുക. സ്ത്രീ കലാകാരികൾക്ക് മേധാവിത്വമുള്ള ഇന്ത്യയിലെ ചിത്രകലാ മേഖലയാണ് മിഥില എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, ഇത്രയും ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് ബാക്കി പഠിക്കാം. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയേ? ഭാരതത്തിലെ ചിത്രകലയുടെ ഉത്ഭവം എവിടെയാ? ഗുഹാചിത്രങ്ങൾ. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഭീംബേഡ്ക, പിന്നെ മല്ലമ്പാടി ഗുഹാചിത്രങ്ങളാണ്. ജയദേവന്റെ ഗീതാ ഗോവിന്ദവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് കാങ്ക ചിത്രങ്ങൾ. ഗുപ്ത കാലഘട്ടത്ത് വരയ്ക്കപ്പെട്ട പ്രശസ്ത ചിത്രങ്ങളാണ് അജന്ത ഗുഹ ചുമർ ചിത്രങ്ങൾ. ഈ അജന്ത ഗുഹ ചുമർ ചിത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ബോധിസത്വന്റെ അവലോകിതേശ്വര പത്മപാണിയാണ്. അവലോകിതേശ്വര പത്മപാണി, അവലോകിതേശ്വര പത്മപാണി. ക്ലിയർ അല്ലേ? ഇനി സ്ത്രീ കലാകാരികൾക്ക് മേധാവിത്വമുള്ള ചിത്രകലാ മേഖലയാണ് മിഥില എന്ന പേരിൽ അറിയപ്പെടുക. മിഥില എന്ന പേരിൽ അറിയപ്പെടുക. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നു. രജപുത്ര ചിത്രകലയിലെ മുഖ്യ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇതിഹാസങ്ങളാണ്. രജപുത്ര രാജാക്കന്മാരെന്ന് പറയുന്നത് ഹിന്ദു ഭരണാധികാരികളെന്നാണ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ രജപുത്ര ചിത്രകലയുടെ മുഖ്യ ഇതിവൃത്തം എന്താ? ഇതിഹാസങ്ങൾ. ഭാരതീയ ഇതിഹാസങ്ങൾ എന്നറിയപ്പെടുന്ന എന്തൊക്കെയാണ്? രാമായണവും മഹാഭാരതവുമാണ്. രാമായണവും മഹാഭാരതവുമാണ്. ശരിയല്ലേ?
ഇന്ത്യൻ ശില്പകലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടമാണ്. ഇന്ത്യൻ ശില്പകലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടം. എന്നാൽ ഇന്ത്യൻ ചിത്രകലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. ഈ ജഹാംഗീറിനെയാണ് നമ്മൾ ചിത്രകാരനായ മുഗൾ ചക്രവർത്തി എന്ന് വിളിക്കുക. ഈ മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിനെയാണ് എന്തെന്ന് വിളിക്കുക? ചിത്രകാരനായ മുഗൾ ചക്രവർത്തി എന്നും, അല്ലെ? എന്നാൽ മുഗൾ സ്കൂൾ ഓഫ് പെയിന്റിങ്ങിന് തുടക്കം കുറിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോവല്ലേ, ആരാണ്? അക്ബർ ചക്രവർത്തിയും. ഓക്കെ, ഇനി ആധുനിക തഞ്ചാവൂർ ചിത്രകലയുടെ ശില്പി എന്ന് പറയുന്നത് മീന മുത്തയ്യ. ആധുനിക തഞ്ചാവൂർ ചിത്രകലയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? മീന മുത്തയ്യയാണ്. ഓർമ്മിച്ചേക്കാമോ? മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. അവസാനത്തെ സെക്ഷൻ അല്ലേ, നമ്മൾ 3 സെക്ഷനായിട്ട് പഠിച്ച ലാസ്റ്റ് സെക്ഷനിലാണ്. രജപുത്ര ചിത്രകലയുടെ മുഖ്യ ഇതിവൃത്തം ഇതിഹാസങ്ങളാണ്. ഇന്ത്യൻ ശില്പകലയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടം. ഇന്ത്യൻ ചിത്രകലയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മുഗളന്മാരുടെ, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കാലഘട്ടം. ഈ ജഹാംഗീറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? യെസ്, ചിത്രകാരനായ മുഗൾ ചക്രവർത്തി എന്ന് വിളിക്കുക. എന്നാൽ മുഗൾ സ്കൂൾ ഓഫ് പെയിന്റിങ്ങിന് തുടക്കം കുറിച്ചത് ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. ആധുനിക തഞ്ചാവൂർ ചിത്രകലയുടെ ശില്പി എന്ന് പറയുന്നത് മീന മുത്തയ്യ. ആധുനിക തഞ്ചാവൂർ ചിത്രകലയുടെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? മീന മുത്തയ്യയാണ്. കേട്ടോ? യെസ്, മറക്കില്ലല്ലോ. ഒന്നുകൂടെ പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്താലോ? ചിത്രകലയുടെ പിതാവ് ആരാ? ലിയാനോർഡോ ഡാവിഞ്ചി. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ എന്തൊക്കെ? വെർജിൻ ആൻഡ് ദ റോക്ക്, മൊണാലിസ, പിന്നെ അന്ത്യത്താഴം അഥവാ ദ ലാസ്റ്റ് സപ്പർ. ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പാബ്ലോ പിക്കാസോ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് ഗൂർണിക്ക. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഗൂർണിക്ക പട്ടണം, തകർക്കപ്പെട്ട ഗൂർണിക്ക പട്ടണത്തെക്കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുക. ക്രൂശിതനായ യേശു എന്ന ചിത്രം വരച്ചത് ആരാണ്? സാൽവദോർ ദാലി എന്ന ലോക പ്രശസ്തനായ ചിത്രകാരനാണ്. ഭാരതത്തിലെ ചിത്രകലയുടെ ഉത്ഭവം ഗുഹാചിത്രങ്ങളിൽ നിന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായത് ഭീംബേഡ്കയും പിന്നെ മല്ലമ്പാടിയും. ജയദേവന്റെ ഗീതാ ഗോവിന്ദവുമായി ബന്ധപ്പെട്ടതാണ് കാങ്ക ചിത്രങ്ങൾ. ഗുപ്ത കാലഘട്ടത്തിൽ വരയ്ക്കപ്പെട്ടവയാണ് അജന്ത ഗുഹാ ചുമർ ചിത്രങ്ങൾ എന്ന് പറയുക. അജന്ത ഗുഹാ ചുമർ ചിത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് ബോധിസത്വന്റെ അവലോകിതേശ്വര പത്മപാണി. സ്ത്രീ കലാകാരികൾക്ക് മേധാവിത്വമുള്ള ചിത്രകലാ മേഖലയാണ് മിഥില എന്ന പേരിൽ അറിയപ്പെടുക. രജപുത്ര ചിത്രകലയിലെ മുഖ്യ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇതിഹാസങ്ങളാണ്, അതായത് രാമായണവും മഹാഭാരതവുമാണ്. ഇന്ത്യൻ ശില്പകലയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടം. ഇന്ത്യൻ ചിത്രകലയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്ന മുഗളന്മാരുടെ കാലഘട്ടം, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ജഹാംഗീർ ചക്രവർത്തിയുടെ. ചിത്രകാരനായ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ജഹാംഗീർ തന്നെ. എന്നാൽ മുഗൾ സ്കൂൾ ഓഫ് പെയിന്റിങ്ങിന് തുടക്കം കുറിച്ച ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. ആധുനിക തഞ്ചാവൂർ ചിത്രകലയുടെ ശില്പി എന്ന് പറയുന്നത് മീന മുത്തയ്യ. ഓക്കെ, ചുരുങ്ങിയ സമയമുണ്ട്. ചിത്രകലയുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുറപ്പിച്ചു. ഇത്തരം ബേസാണ്. PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, മറന്നു പോകരുത്. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അവരും പഠിക്കട്ടെ, അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരട്ടെ. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.